Praise the Lord. Praise the Lord. Greetings to you all in the precious name of our Lord Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാവർക്കും സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. To all our respected leaders of our great church, to the overseer Wairedi, and to our regional superintendent Pastor C.C. Thomas, to the state council, the office, Bible leaders and pastors, all those names that were just mentioned, welcome and greetings. മുൻപ് പരാമർശിക്കപ്പെട്ട പോലെ നമ്മുടെ ആത്മിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി കൊടുക്കുന്ന സ്റ്റേറ്റ് ഓവർസിയർ, സ്റ്റേറ്റ് കൗൺസിൽ, നമ്മുടെ റീജിയണൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ഉള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. On behalf of Church of God World Missions, especially Reverend Dr. Binda, Bishop Binda, I bring you greetings from Church of God. പ്രത്യേകാൽ ഏഷ്യയുടെ പസഫിക് ഡയറക്ടർ ആയിരിക്കുന്ന ആൻഡ്രൂ ബിൻഡയുടെ പ്രത്യേകാൽ ഈ കൺവെൻഷന് ദൈവസഭയ്ക്കുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. Many of you don't know me. My name is Lito Zachariah. I have served and had the privilege of serving at Church of God World Missions for over 28 years in the administrative team. നിങ്ങൾ പലർക്കും ഞാൻ അപരിചിതനാണെങ്കിലും കഴിഞ്ഞ 28 വർഷങ്ങളായി ചർച്ച് ഓഫ് ഗോഡിന്റെ വേൾഡ് മിഷനുമായി ഒരുമിച്ച് ചേർന്ന് അവരുടെ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. During that time, I have served under 7 World Missions directors. ആ കാലയളവിൽ ഏതാണ്ട് 7 വേൾഡ് മിഷൻ ഡയറക്ടർമാരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. In addition to my role in World Missions, I also serve as one of the ministry pastors at one of the local churches in Chattanooga. ചാറ്റനൂഗയിലുള്ള ഒരു പ്രാദേശിക സഭയിൽ വേൾഡ് മിഷന്റെ ശുശ്രൂഷയോട് കൂടെ തന്നെ ഒരു പ്രാദേശിക സഭയിലും ഞാൻ ശുശ്രൂഷിക്കുന്നു. I'm not any high person. I'm not a very biblical scholar by any means compared to many of the men and women of God here, but I am a servant of the Lord. ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ടരായ ദൈവദാസന്മാരെ പോലെ കഴിവോ സാമർഥ്യമോ പഠിപ്പോ ഒന്നും എനിക്കില്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ ഒരു എളിയ ദാസൻ എന്ന് ഇന്ന് രാത്രി എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. It is a tremendous honor to share from the word tonight. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ പങ്കിടുവാൻ കർത്താവ് നൽകിയതൊരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. Our office has made 2025 the theme of 2025 in World Missions is the year of sending. 2025ന്റെ ആപ്ത ചിന്താ വിഷയം ഈ വർഷം അയക്കപ്പെടേണ്ട, ലോകത്തിലേക്ക് ദൗത്യത്തിനായി അയക്കപ്പെടേണ്ട ഒരു വർഷമാണ്. The director went on to say that it is a time for the church of God to step into the favor of God. Hallelujah. ദൈവത്തിന്റെ കൃപയിലേക്ക് ദൈവസഭ ഒരുമിച്ച് വിവിധ ദേശങ്ങളിൽ പടർന്നു കിടക്കുന്ന ദൈവസഭ ഒരുമിച്ച് കാൽവെപ്പ് നടത്തേണ്ട ഒരു വർഷമാണ് ഈ വർഷം. It is a year for the church of God to embrace new horizons. പുതിയ മാനങ്ങൾ, ദൈവം ഒരുക്കുന്ന മാനങ്ങളെ പുൽകേണ്ടുന്ന ഒരു വർഷമാണ് 2025. Not just about going abroad, but also building relationships abroad. പുറത്തേക്ക് പോകുക എന്ന് മാത്രമല്ല, ചില ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുകൂടെ അതിൽ ആർച്ചയമാക്കുന്നു. So the director has basically given us the message and the theme. This is the year of sending. Hallelujah. അതുകൊണ്ട് തന്നെ ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശവും സന്ദേശവും ഈ വർഷം അനേക ഇടങ്ങളിലേക്ക് ദൗത്യത്തിന് വേണ്ടി ഒരു അയക്കുവാൻ വേണ്ടിയാണ്. Not just from Cleveland. ക്ലീവ്ലൻഡിൽ നിന്ന് മാത്രമല്ല, not just from America, അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, but from here, from Kerala. Hallelujah. ഇവിടെ പ്രാദേശികമായി കേരളത്തിൽ നിന്നും ചില ശുശ്രൂഷകന്മാരെ അയക്കണമെന്ന് ഉള്ള നിയോഗമാണ് ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. When I look at how God has blessed this state of Kerala, കേരളം എന്ന ഈ മനോഹരമാകുന്ന സംസ്ഥാനത്തെ, ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ, the one thing I know is that the good hand of God has led many men and women of God to do wonderful things all around the world. ഒരു കാര്യം ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വിശേഷ കരം ഇവിടുള്ള ദൈവദാസന്മാരുടെ കൂടെ പുറപ്പെട്ട് ലോകത്തിന്റെ വിഭിന്ന ഇടങ്ങൾ അവരെ കൊണ്ടുപോയി ദൈവം അവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. I stand here as a second generation, but I realize my great-grandfathers paid the price for me to have this
privilege. Hallelujah. ഞാൻ ഒരു രണ്ടാം തലമുറക്കാരനാണ് ആയിട്ടാണ് ഈ വേദിയിൽ നിൽക്കുന്നെങ്കിലും എൻ്റെ പിതാമഹന്മാർ കൊടുത്തൊരു വലിയ വില ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. They took the word of God into the unknown and began to share in a powerful way. അറിയപ്പെടാത്ത ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനവുമായി കടന്നുപോയി ശക്തമായി അവർ ദൈവത്തിന്റെ വചനങ്ങളെ പ്രസ്താവിച്ചു. One thing we must never realize is where we have come from. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത് നാം എവിടെ നിന്നാണ് വന്നത്. But also we need to know that God wants to bring us further. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ചിന്തിക്കുക മാത്രമല്ല ഒരു പടി കൂടെ മുൻപോട്ട് പോകണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. Hallelujah. Let's embrace the year of sending. ഈ വർഷം ദൈവത്താൽ അയക്കപ്പെടുന്ന പുത്തൻ നിയോഗങ്ങളുടെ ഒരു വർഷത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവകാശമാക്കുവാൻ ഇടയായി തീരട്ടെ. If you believe with me, let us pray right now. ഒരുമിച്ച് ഇന്ന് പകലിൽ ഈ രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നൊന്ന് പ്രാർത്ഥിക്കണം. Heavenly Father, we come before you with boldness and expectations. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അതിധൈര്യത്തോടും കൂടെ പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. We believe you are right here, right now. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന അങ്ങ് സർവശക്തനായ ദൈവമാണ്. We thank you for your almighty presence. അങ്ങയുടെ അതിമഹത്വമായ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Open our hearts this evening. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി തുറക്കണമേ. Tear down the walls this evening. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിരോധമായി ഉയർന്നിരിക്കുന്ന ചില മതിലുകളെ ദൈവം ഇടിക്കണമേ. Remove all the distractions this evening. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചിന്താഗതികളെ വിരോധങ്ങളെ ഒക്കെ മാറ്റണമേ. Let our hearts receive the word of God. ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പ്രാപിക്കട്ടെ. Ignite our faith. ഇന്ന് രാത്രി ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. Stir our spirit. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ കത്തിക്കണമേ. Challenge us to live on the purpose you have given us. ഞങ്ങൾക്ക് കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തോടെ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. Move in this place. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ദൈവം ഒന്ന് ചലിക്കണം. Break the chains and shift the atmosphere. ഇന്ന് രാത്രിയിൽ ബന്ധിക്കപ്പെട്ട ചില ബന്ധനങ്ങളെ ചില ചങ്ങലകളെ ഇന്ന് രാത്രി ദൈവം ഇതിന്റെ നടുവിൽ അഴിക്കണം. We declare in 2025 this is the time of God. ഇന്ന് Hallelujah. രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിന്റെ സമയമാണ്. In your mighty name we pray. അങ്ങയുടെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. 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 Praise the Lord. Hallelujah. I wanted to share with you a few passages this evening. ഇന്ന് രാത്രി നിങ്ങളുമായി ചില വേദഭാഗങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I want to just touch on the theme. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ ചിന്താ പ്രമേയ വിഷയത്തെ ഞാൻ ഒന്ന് സ്പർശിച്ച് സംസാരിക്കട്ടെ. In Romans 8:37. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. The word reads like this, that we are more than conquerors through him who loved us. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയാളികൾ എന്നാണല്ലോ ആ വാക്യം. But the previous verses talk about what we are conquering. The previous verses talk about what we are conquering. അതിനു മുൻപുള്ള വാക്യങ്ങളിൽ നാം എന്തിനെയാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. Paul highlights several trials. പൗലോസ് പല വെല്ലുവിളികളെയും അവിടെ എടുത്തു കാണിക്കുകയാണ്. He says we are more than conquerors through tribulation, distress, persecution, famine, nakedness, danger, and sword. He goes on to say all of those. പൗലോസ് അവിടെ നാം പൂർണ്ണ ജയാളികളായി തീർന്നിരിക്കുന്നത് കഷ്ടതയിലും സങ്കടങ്ങളിലും ഉപദ്രവങ്ങളിലും പട്ടിണിയിലും ഒക്കെ നാം പൂർണ്ണ ജയാളികളായി തീർന്നിരിക്കുകയാണ്. Today I want to talk about persecution. ഇന്ന് രാത്രിയിൽ ഉപദ്രവങ്ങളെ കുറിച്ച് പീഡനത്തെ കുറിച്ച് ഞാൻ അല്പസമയം സംസാരിക്കുക. I believe the church is going to go through some persecutions. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് സഭ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടങ്ങളാണ്. The media is persecuting the church. സഭയെ ഈ കാലഘട്ടത്തിലെ മീഡിയ തന്നെ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. There are people in the church persecuting the church. സഭയ്ക്കകത്തുള്ളവർ തന്നെ പലരും സഭയെ പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരു കാലമാണ്. There are pastors persecuting the church. ശുശ്രൂഷകന്മാർ പാസ്റ്റർമാർ പോലും സഭയെ ഉപദ്രവിക്കുന്നുണ്ട്. But God is saying we are more than conquerors. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു ഇതിലൊക്കെയും പൂർണ്ണ ജയം കർത്താവ് തരുവാൻ വിശ്വസ്തനാ. But specifically I want to talk about
about persecution. എന്നാൽ ഇന്ന് രാത്രി കേന്ദ്രികമായി ഞാൻ ഈ പീഡനത്തെ കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. We're going to look at a time in Paul's second missionary journey. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി ജീവിത ദൗത്യത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കാം. In Acts chapter 16, അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം, reading from verse 16 onwards, 16 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, I want to share with you about the midnight miracle. രാത്രിയിൽ നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ തുടങ്ങുകയാണ്. Let's open our mouth and say the midnight miracle. ഇന്ന് രാത്രി വാ തുറന്നൊന്ന് പറഞ്ഞ് രാത്രിയിലെ അത്ഭുതങ്ങൾ. Hallelujah. രാത്രിയിലെ അത്ഭുതങ്ങൾ. Hallelujah. Hallelujah. Today in Acts 16 is a powerful testimony of God's miraculous intervention. 16-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി ദൈവത്തിന്റെ ശക്തമായ അത്ഭുതകരമാകുന്ന ഇടപെടലിന്റെ ഒരു അധ്യായമാണ്. Paul and Silas faced oppositions. പൗലോസും ശീലാസും വലിയ പ്രതിരോധങ്ങൾ, വെല്ലുവിളികൾ അവർ നേരിടുകയാണ്. They faced persecution. പലവിധത്തിലുള്ള പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങാൻ They തുടങ്ങി. faced imprisonment. അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. But I want to tell you something. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, God turned the midnight. എന്നാൽ ദൈവം ആ രാത്രിയിൽ ചലിക്കുവാൻ തുടങ്ങി. God turned the midnight into a miracle. ആ രാത്രിയെ ദൈവം, പീഡനത്തിന്റെ രാത്രിയെ അത്ഭുതത്തിന്റെ രാത്രിയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി. I believe in a God of a miracle. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് അത്ഭുതങ്ങളുടെ ദൈവത്തിലാണ്. My God is the midnight miracle God. എന്റെ ദൈവം രാത്രികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവാണ്. You know what I'm talking about. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ അനുഭവമുള്ളവരാണെന്ന് എനിക്കറിയാം. In midnight all the darkness comes into us. രാത്രികളിൽ ചില ഇരുട്ടുകൾ നമുക്ക് വിരോധമായി കടന്നു വരാം. If you ever lie in bed and you think in midnight, all the worries begin to go in your brain. രാത്രിയിൽ പലപ്പോഴും കിടക്കയിൽ കടക്കുമ്പോഴാണ് പല വേദനകളും ചിന്തകളും നാം നിറയപ്പെടുന്നത്. But God is saying, I am going to give you a midnight miracle. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് ജനത്തോട് വിളിച്ചു പറയുന്നു, ഈ രാത്രി ആകുലമല്ല, അത്ഭുതത്തിന്റെ രാത്രിയാക്കി മാറ്റുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ. My God is the midnight miracle God. എന്റെ ദൈവം രാത്രിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. Turn with me to verse 16. 16-ാമത്തെ വാക്യത്തിലേക്ക് എന്നോട് കൂടെ വരാമോ? I'm just going to read 3 of the verses there and go on. 3 വാക്യങ്ങൾ അവിടെ വായിച്ച് ഞാൻ മുൻപോട്ട് പോകുകയാണ്. Once we were going to a place of prayer, we met a female slave who had a spirit by which she predicted the future. She earned a great deal of money for her owners by fortune. Basically, this lady is a fortune teller. ഇതാ ഒരു വെളിച്ചപ്പാടത്തിയായ സ്ത്രീ പൗലോസിനും ശീലാസിന്റെയും പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്. She followed Paul and the rest of them and said, these men are servants of the Most High who are telling you the way to be saved. അവൾ പൗലോസിന്റെയും ശീലാസിന്റെയും പിന്നാലെ വന്നിട്ട് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. Theologians and Bible scholars may not totally agree with me. ദൈവശാസ്ത്രജ്ഞന്മാരോ പഠിതാക്കളോ ഒരുപക്ഷെ എന്നോടുകൂടെ അംഗീകരിക്കണമെന്നില്ല. But she doesn't need no divine interpretation to know what God is doing there. ഒരു പ്രത്യേക നിയോഗം അവളുടെ പുറത്തു ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. She was taking advantage of the situation. ആ സ്ഥലത്തെ സാഹചര്യത്തെ, അന്തരീക്ഷത്തെ വിവേചിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് അവൾ ഒരു ആലോചന പറഞ്ഞതാ. Despite all of that, they are the men of God. അവൾ പറഞ്ഞത് ശരിയോ തെറ്റോ എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, അവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മനുഷ്യർ തന്നെയാണ്. In verse 18, she kept going like this for many days. 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇത് ഒരു ദിവസമല്ല, പല ദിവസവും തുടർമാനമായി പറഞ്ഞുകൊണ്ട് നടന്നു. I can imagine how angry Paul was. എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും പൗല് എത്ര കോപാകുലനായി കാണും ഒരു പക്ഷേ. He's going around every day and this woman is saying the same thing again and again and again. എല്ലാ ദിവസവും പൗലോസും ശീലാസും ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ത്രീ അവരുടെ പിന്നാലെ നടന്ന് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. He turned to her and said, in the name of Jesus, I command you to come out of her. പൗലോസ് അവൾക്ക് നേരെ തിരിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഇവളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. At that very moment the spirit left her. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. I want to bring a few points this evening. ഇന്ന് രാത്രി അവിടുന്ന് ചില ചിന്തകൾ ഞാൻ പറയട്ടെ. The enemy always fights with the
of fear. ശ്രദ്ധിക്കണം, ശത്രു എപ്പോഴും നമ്മോട് പോരാടുന്നത് ഭയത്തിൽ നിന്നാണ്, ഭയമുളവാക്കിക്കൊണ്ടാണ്. Paul and Silas encountered this demon-possessed girl. Immediately the enemy began to stir up trouble because he recognized the anointing in them. പൗലോസിലും ശീലാസിലുമുള്ള അഭിഷേകം എന്തെന്ന് ഈ അശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉളവാക്കുവാൻ തുടങ്ങിയത്. Can I tell you something? The enemy doesn't fight people with no purpose. ഇന്ന് രാത്രി ഞാനൊരു ദൂത് ദൈവജനത്തോട് പറയട്ടെ, അഭിഷേകമില്ലാത്തവരോട്, യാതൊരു ദൈവിക നിയോഗമില്ലാത്തവരോട് പിശാച് പോരാടത്തേ ഇല്ല. If you are under attack, you are on purpose. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിരോധമായി ഒരു പ്രതികൂലം പിശാച് അടിച്ചുവിടുന്നുണ്ടോ, ദൈവത്തിന്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. The reason why you are under attack is because the devil knows that you are on purpose. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ നിയോഗപ്രകാരം നീങ്ങുന്നത് കൊണ്ട് ഇന്ന് രാത്രി ചില പോരുകൾ നിങ്ങൾക്ക് വിരോധമായി തലവെക്കുന്നത്. Let me be honest with you for a moment. ഇന്ന് രാത്രി നിങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കട്ടെ. The moment I stepped on that plane, ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് everything that came back home was beginning to bother me. ഞാൻ വീട് സംബന്ധമായ പല കാര്യങ്ങളും എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. Pastor Shibu knows a few things from back home. ഭവനത്തിലുള്ള ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഷിബു പാസ്റ്റർക്ക് അറിയാം. My dear father-in-law is being in prayer. എന്റെ ഭാര്യയുടെ പിതാവ് പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുക. One by one a few things started to bother me. ചില കാര്യങ്ങൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ തുടങ്ങി. I felt the attack of the devil. ഞാൻ പിശാച് ഈ യാത്രയ്ക്ക് നിയോഗത്തിന് വിരോധമായി പോരാടുന്നത് തിരിച്ചറിയാൻ തുടങ്ങി. But when I looked at this morning in this passage, എന്നാൽ ഈ പകൽ ഈ വചനഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ I reminded myself one thing: the devil knows to attack when you have a purpose. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിയോഗമുള്ളപ്പോൾ പിശാചിന് അറിയാം അവിടെ ഒരു ആക്രമണം വിട്ടേ പറ്റത്തുള്ളെന്ന്. Moving on, Paul was filled with the Spirit and he began to cast out the demon. പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി ഈ ഭൂതത്തെ ശാസിക്കുവാൻ വേണ്ടി തുടങ്ങി. I like Paul because he doesn't tolerate this nonsense. എനിക്ക് പൗലോസിനെ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഉള്ള മെനക്കേടിലൊന്നും പൗലോസ് നിൽക്കത്തില്ല, അവൻ അതിനെ ശാസിച്ചു പുറത്താക്കി. Somebody here tonight needs to stop negotiating with the devil and start declaring the word of God over your situation. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ പിശാചിനെ തോറ്റു കൊടുക്കാതെ ഇന്ന് രാത്രി അവനെ പുറത്താക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു രാത്രിയായി ഒരു നിയോഗം ഏറ്റെടുത്തേ മതിയാകുകയുള്ളൂ. Declare the word of God over your situation ഇന്ന് tonight. രാത്രി നിന്റെ സാഹചര്യത്തിന്റെ മേൽ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുക. Hallelujah. Hallelujah. What distraction or attacks has the enemy put in your face? നിങ്ങളുടെ ജീവിതത്തിൽ ഏതു വെല്ലുവിളിയാ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞിട്ടുള്ളത്? Don't let them deter you from your purpose. രാത്രി ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവിക നിയോഗത്തിൽ നിന്ന് അത് നിങ്ങളെ അകറ്റുവാൻ പാടില്ല. But the second point comes in verses 19 onwards. രണ്ടാമത്തെ ആശയം 19ാമത്തെ വാക്യത്തിലാണ് നാം കാണുന്നത്. I'm just going to go through the verses and the brother's going to translate. ഞാൻ ആ വാക്യത്തിൽ കൂടെ പോകുകയാണ്, പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. When her owners realized the hope that they were making money was gone, they seized Paul and Silas and dragged them into the marketplace. അവളുടെ യജമാനന്മാർ തങ്ങൾക്ക് വന്നിരുന്ന ലാഭം പോയെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ചു. They brought them before the magistrates. These men are Jews, throwing the city into an uproar. അവർ ചന്തസ്ഥലത്തുള്ള പ്രമാണികളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വലിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇവർ ഈ പട്ടണത്തിൽ മുഴുവനും കലഹവും പ്രശ്നവും ഉണ്ടാക്കുകയാണ്, കലക്കിക്കൊണ്ടിരിക്കുകയാണ്. They started to make up some accusations. അവര് ഇവർക്ക് വിരോധമായി ചില ആരോപണങ്ങൾ മെനയുവാൻ വേണ്ടി തുടങ്ങി. They started to stir up the crowd. ആ സ്ഥലത്തെ സമൂഹത്തെ ആൾക്കൂട്ടത്തെ ഇളക്കുവാൻ വേണ്ടി തുടങ്ങി. So the crowd began to go wild. അവിടുത്തെ പുരുഷാരം പൗലോസിനും ശീലാസിനും വിരോധമായി തീരുവാനിടയായി. And they began to attack Paul
Paul and Silas. പൗലോസിനെയും ശീലാസിനെയും ആക്രമിക്കുവാൻ തുടങ്ങി. They tried to bring them down. പൗലോസിനെയും ശീലാസിനെയും അവരെ തകർക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. In verse 22 they began to beat them with rods. 22ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കമ്പ് കൊണ്ട് കോലുകൊണ്ട് അവരെ അടിക്കുവാൻ വേണ്ടി തുടങ്ങി. That's persecution. അത് പീഡനത്തെ കുറിച്ച് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. In verse 23 they were flogged. 23ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവരെ തടവിലാക്കി അവരെ അടിപ്പിച്ചതിനു ശേഷം And they were thrown into prison. അവരെ തടവിൽ കൊണ്ടാക്കുവാൻ ഇടയായി തീർന്നു. And the jailer was told to carefully guard them. അവിടെ ആയിരുന്ന കാരാഗൃഹ പ്രമാണിയോട് ഇവരെ സൂക്ഷിക്കുവാൻ കാവൽ നിൽക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. So the jailer began to put them inside the inner circle of the jail. കാരാഗൃഹത്തിനകത്തെ ഏറ്റവും സുരക്ഷിതമാകുന്ന ഇടത്തിലേക്ക് കാരാഗൃഹ പ്രമാണി അവരെ നടത്തിക്കൊണ്ടുപോയി. What we know here is very true is that the moment that they fell into the purpose of God, they were persecuted. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർ നടന്നപ്പോൾ നാം മനസ്സിലാക്കുന്ന സത്യം പീഡനം അവർക്ക് വിരോധമായി വരുവാൻ തുടങ്ങി. The truth of being a Christian is sometimes when we are faithful to God, you will be led into the fire. ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടുകൂടെ ഞാനും നിങ്ങളും നിൽക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടുമ്പോൾ തീയുടെ നടുവിലേക്ക് പീഡനത്തിന്റെ ഇടയിലേക്ക് ഞാനും നിങ്ങളും ഒരുപക്ഷെ നയിക്കപ്പെടും. But remember this, he is with you in the fire. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, തീക്കകത്ത് ഇറങ്ങി വരുന്ന ഒരുവൻ നിങ്ങളോട് കൂടെയുണ്ട്. Midnight miracle is coming. ഇന്ന് രാത്രികളിലെ അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരികയാ. He is with you in the fire. ഇന്ന് രാത്രി തീക്കകത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. And your midnight miracle is coming. നിങ്ങളുടെ രാത്രിയുടെ അത്ഭുതം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാ. Just because you are facing opposition doesn't mean you're outside the will of God. ചില വെല്ലുവിളികൾ പ്രതിസന്ധികൾ നേരിടുന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവ പദ്ധതിയിൽ നിന്ന് നീ മാറിപ്പോയെന്ന് വിചാരിക്കണ്ട. In fact, when you're in that opposition, you are in the will of God. നീ ആ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് തന്നെയാണ് എന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കണം. When you're facing trials, remember Jesus paid the price. പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രി ധൈര്യമേറ്റെടുത്തിട്ട് പറയണം, ഇതിനു വേണ്ടിയുള്ള വിലയും കർത്താവ് ഒടുക്കിയതാണ്. Hallelujah. Hallelujah. So my second point, faithfulness will lead to opposition. ഞാൻ എൻ്റെ രണ്ടാമത്തെ ആശയം, വിശ്വസ്തത പ്രതികൂലങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും എതിർപ്പിലേക്കും നമ്മെ നടത്തും. Let's look at verse 25. 25ാമത്തെ വാക്യം. I love this because this is the weapon we have. 25ാമത്തെ വാക്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കയ്യിലുള്ള ആയുധത്തെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നത്. Oh, come on, we can do better than that. ഇന്ന് രാത്രിയിൽ ആ വാക്യം അറിയുന്ന ദൈവമക്കളാണല്ലോ ഈ പന്തലിരിക്കുന്നത്. ആയുധം കരത്തിലുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാം. What is our most powerful weapon? ഇന്ന് രാത്രിയിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ ആയുധം ഏതാണ്? What is the most powerful weapon we have as Christians? ക്രിസ്ത്യാനികളായ നമ്മുടെ കരത്തിലുള്ള ആയുധം ഇന്ന് രാത്രി ഏതാണ്? When the devil comes at you, പിശാച് നിങ്ങൾക്ക് നേരെ വരുമ്പോൾ, when the devil begins to attack you, നിങ്ങൾക്ക് വിരോധമായി ആക്രമണം അടിച്ചു വിടുമ്പോൾ, oh, we have a weapon. നമ്മുടെ കരത്തിൽ ഒരു ആയുധമുണ്ട്. We have praise. നമുക്ക് സ്തുതി Hallelujah. ഒരു ആയുധമുണ്ട്. ഇന്ന് രാത്രി കരവും ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Hallelujah. In verse 25, 25ാമത്തെ വാക്യത്തിൽ Paul and Silas were praying. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുകയാ. They were singing hymns to God. അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാ. And notice the verse following. അതിന്റെ ആ തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കുക. The prisoners were listening to them. അവർ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സഹ തടവുകാർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Because their praise wasn't just about them. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അവർ പ്രാർത്ഥിച്ചതും സ്തുതിച്ചതും അവർക്ക് മാത്രം കേൾക്കാനുള്ളതല്ലായിരുന്നു. Their praise was their testimony. അവരുടെ സ്തുതി അവരുടെ സാക്ഷ്യമായിരുന്നു. Their praise was their testimony. അവരുടെ ആരാധന അവരുടെ സാക്ഷ്യമായിരുന്നു. Hallelujah. Hallelujah. The other prisoners are looking at them. സഹ തടവുകാർ അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാ. You're sitting in the same prison cell. അയ്യോ, ഞങ്ങളും ഇതേ കാരാഗ്രഹത്തിലാണല്ലോ ഇരിക്കുന്നത്. But they're not going to sit and be gloom. എന്നാൽ അവർ അവിടെ ഇരുന്ന് ദുഃഖിക്കുക
ദുഃഖിക്കുകയും വിഷാദിക്കുകയുമല്ല. They began to sing praises. അവരന്ന് രാത്രിയിൽ സ്തുതിക്കുവാൻ വേണ്ടി തുടങ്ങി. Paul and Silas did not let the chains silence them. പൗലോസും ശീലാസിനെയും ബന്ധിച്ച ചങ്ങല അവരെ നിശബ്ദമാക്കുവാൻ അനുവദിച്ചില്ല. Because what does the word of God say? വചനം എന്താണ് പറയുന്നത്? At midnight, അന്ന് രാത്രിയിൽ അർദ്ധരാത്രിക്ക് they began to pray and sing praises to God. Hallelujah. രാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. Hallelujah. ഹല്ലേലൂയ. Midnight is the darkest hour. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അർദ്ധരാത്രി ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ രാത്രിയാ. But let me tell you something. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, The morning is coming. ഒരു പകൽ, നിങ്ങളുടെ രക്ഷയുടെ പകൽ വരികയാണ്. Midnight is the darkest hour. Midnight is the darkest hour. ഏറ്റവും ഇരുണ്ട സമയമാണ്. But joy is coming in the morning. എന്നാൽ ദുഃഖം മാറി സന്തോഷം പ്രഭാതത്തിൽ വരികയാണ്. Joy cometh in the morning. സന്തോഷം പകലിൽ പ്രഭാതത്തിൽ വരികയാണ്. Some of you have been very silent in your midnights. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ നിങ്ങളുടെ രാത്രികളിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുകയാ. But as the servant of God, God is telling you to open your mouth and praise Him. എന്നാൽ ദൈവത്തിന്റെ Hallelujah. ദാസനായി ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, മിണ്ടാതിരിക്കുവാനല്ല, നാവ് തുറക്കുക, സ്തുതിക്കാൻ തുറക്കുക, ഈ രാത്രിയെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. Our praise isn't based on feelings. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആ മനുഷ്യന്റെ വികാരത്തോട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. Our praise is based on the faith. Hallelujah. നമ്മുടെ സ്തുതി ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Our praise shifts the atmosphere. നമ്മുടെ സ്തുതി അന്തരീക്ഷത്തെ മാറ്റുന്നതാണ്. Our praise shifts the atmosphere and invites God into the situation. നമ്മുടെ സാഹചര്യത്തിന് മാറ്റം വരുത്തി ദൈവം നമ്മുടെ സാഹചര്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്ന ഇടമാണ് സ്തുതിയുടെ ഇടം. Why do we spend so much time in worship? എന്തിനു വേണ്ടിയാണ് നാം അധികം സമയം ആരാധനയ്ക്ക് വേണ്ടി എടുക്കുന്നത്? We're bringing them, ushering in the power of God into this place. നാം ഇവിടെ വന്ന് വെറുതെ പാടുകയല്ല, പാട്ടിൽ കൂടെ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടേക്ക് പ്രവഹിച്ചിറങ്ങുവാനുള്ള ഇടം നാം ഒരുക്കുകയാ. Hallelujah. ഹല്ലേലൂയ. My time is going quickly. എന്റെ സമയം വേഗത്തിൽ പോകുകയാണ്. I want to go to my next point. എന്റെ അടുത്ത ആശയം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. In verse 26. 26ാമത്തെ വാക്യത്തിൽ, Suddenly there was such a violent earthquake, and the foundations of the prison were shaken. At once the prison doors opened, and everyone's chains came loose. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. Hallelujah. ഹല്ലേലൂയ. My fourth point, God's power shakes the foundation. എന്റെ നാലാമത്തെ ചിന്ത, ദൈവത്തിന്റെ ശക്തി ചില അടിസ്ഥാനങ്ങളെ, നിങ്ങളെ ബന്ധിച്ച അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ശക്തിയാ. Hereditary foundations, corrupt foundation, bad foundations all begin to shake in the power of God. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ അധികമായി നിങ്ങളെ ബന്ധിച്ചു വെച്ചിരുന്ന അടിസ്ഥാനങ്ങൾ ഇളകുവാൻ വേണ്ടി തുടങ്ങും. The word of the Lord says, suddenly there was an earthquake. തിരുവെഴുത്ത് പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. Notice it wasn't a random tremor. No, it wasn't a random shake. ശ്രദ്ധിക്കണമേ, ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സാധാരണ ഇളക്കമല്ലായിരുന്നത്. God knew the amount of shaking. ദൈവത്തിന് എത്ര തോതിൽ അവിടെ ഇളക്കണമെന്നറിയുമായിരുന്നു. He knew the amount of the shaking that could break the chains. ചങ്ങലകളെ പൊട്ടിക്കുവാൻ എത്ര തോതിൽ ഇളക്കിയാലാ പറ്റുന്നതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. He knew the amount of the shaking for the doors to be open. വാതിലുകൾ തുറക്കാൻ എത്ര തോതിൽ ഇളക്കണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. Our God knows the power He needs. ഇന്ന് രാത്രി നമുക്ക് വേണ്ടുന്ന ശക്തി ഏത് ലെവലിലാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. Correction, our God knows the power you need. ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് രാത്രി എത്ര ശക്തി വേണം എന്ന് അറിയുന്നവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. Hallelujah.
When God moves, He doesn't just free you. ഇന്ന് രാത്രി ദൈവം ചലിക്കുമ്പോൾ നിങ്ങളെ വെറുതെ സ്വതന്ത്രരാക്കി പോകുകയല്ല. He shakes the very foundation that's holding you back. നിങ്ങളുടെ ചങ്ങലകളെ അഴിക്കുക മാത്രമല്ല, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഈ അടിസ്ഥാനത്തെയും ദൈവം ഇളക്കുകയാണ്. Yes. Hallelujah. Your prison might be fear. നിങ്ങളുടെ കാരാഗ്രഹം ഒരുപക്ഷെ ഭയമായിരിക്കും. Your prison may be depression. ഒരുപക്ഷെ വിഷാദമായിരിക്കും. Your prison may be addiction. ഒരുപക്ഷെ ഏതെങ്കിലും വിഷയത്തോടുള്ള അധികമായ ആസക്തിയായിരിക്കും. Let me stop for a moment. Addiction. And what is this addiction? എന്താണ് ഈ ആസക്തി എന്ന് ഞാൻ പറഞ്ഞത്? You know, the most simplest addiction. Many of us here are very good people. Many of us here are very good people. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും കാണുമ്പോൾ നല്ല ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. But you know, sometimes this is an addiction. എന്നാൽ പലരുടെയും കയ്യിലുള്ള ഈ ഫോണുകൾ പലർക്കും ഒരു ആസക്തിയായി മാറിയിരിക്കുകയാണ്. The next generation is so addicted. അടുത്ത ഒരു തലമുറ നാം കാണുന്നത് ഇതിനോട് ബന്ധിക്കപ്പെട്ട് തന്നെ അവർ തുടരുകയാണ്. It is so sad. It is so sad to see. ഒത്തിരി വേദനയോടുകൂടെ ഞാൻ കാണുന്നത്, sometimes they will be sitting on a table. പലപ്പോഴും മേശപ്പുറത്ത് ഒരുമിച്ച് ഒരു തീന്മേശയിൽ അവർ വന്നിരിക്കും. And they're staring at their phone. അവര് പലപ്പോഴും ഫോണ് നോക്കിക്കൊണ്ടിരിക്കുകയാ. They cannot even look at each other and eat a meal. ഒരു നേരം ആഹാരം തമ്മിൽ ഒന്ന് നോക്കിപ്പോലും കഴിക്കാനുള്ള നേരവും കാലവും അവർക്കില്ല. My God is going to break their addictions. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ തലത്തിൽ തുടങ്ങിയ ആസക്തികളെ ഇന്ന് രാത്രി ദൈവം ഇതിന്റെ നടുവിൽ അഴിക്കാൻ വേണ്ടി തുടങ്ങുകയാ. God shakes the foundation. ദൈവം ചിലതിന്റെ അടിസ്ഥാനത്തെ ഇളക്കുകയാണ്. It's like rebooting a computer. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായതിനെ പ്രവർത്തന സജ്ജമാക്കുന്നത് പോലെയാണ്. Our system may shut down. ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തനം നിർത്തിയേക്കാം. But when it restarts, എന്നാൽ അത് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ it will be totally better. അത് മുൻപുണ്ടായതിനെക്കാട്ടിലും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. Hallelujah. Hallelujah. I'm going to wrap things up quickly. ഞാൻ എൻ്റെ വാക്കുകളെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരികയാണ്. In verse 27 through 34, 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ I want to close with the point: your breakthrough, your midnight miracle is not just for you, it's for others. ഇന്ന് രാത്രി ഞാൻ അവസാനത്തെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ രാത്രിയുടെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ട അത്ഭുതമാണ്. When the jailer woke up, he saw the prison doors open. അർദ്ധരാത്രിയിൽ കാരാഗൃഹ പ്രമാണി എഴുന്നേറ്റപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് താൻ കണ്ടു. He was afraid and he was going to kill himself. അദ്ദേഹം ഭയപ്പെട്ട് തന്നെത്താൻ കൊല്ലാൻ വേണ്ടി ഒരുക്കപ്പെട്ടു. Paul said, "Don't do that." പൗലോസ് പറഞ്ഞു, അരുത്, നിന്നെ തന്നെ കൊല്ലരുത്. The jailer called on for the lights. Turn on the lights. കാരാഗൃഹ പ്രമാണി വെളിച്ചത്തിന് വേണ്ടി ചോദിച്ചു. He was afraid. താൻ ഭയചകിതനായി തീർന്നു. As he trembled before Paul and Silas, പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വന്ന് വിറച്ചുകൊണ്ട് നിന്നു. But I like this verse. Let's read it in verse 30. 30ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. Look at what he said there. അവിടെ താൻ പറഞ്ഞത് എന്തെന്ന് നാം ശ്രദ്ധിക്കാം. He says, he went to them and said, "What must I do to be saved?" പ്രമാണി അവരുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചത്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? Your breakthrough miracle is not just for you, it's for others. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വിടുതലല്ല. ഇന്ന് രാത്രി മറ്റുള്ളവരെ കൊണ്ട് വിടുവിക്കുന്ന വിടുതല നിങ്ങൾക്ക് ദൈവം തന്ന വിടുതൽ. Hallelujah. Hallelujah. The jailer is overwhelmed by the power of God. ദൈവത്തിന്റെ ശക്തിയാൽ ഈ കാരാഗൃഹ പ്രമാണി സ്തബ്ധനായി നിൽക്കുകയാ. What must I do to be saved? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്ന ഒറ്റ ചോദ്യം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? Notice what he does. Paul and Silas lead the entire household to Jesus. അന്ന് രാത്രിയിൽ പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണിയെയും തന്റെ കുടുംബത്തെയും രക്ഷകന്റെ അടുക്കലേക്ക്, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കുവാനിടയായി. Sitting here tonight, I want to tell the Church of God in Kerala that God is not done with you. Your midnight miracle is
not just for you. Your midnight miracle is for everybody around you. 2025 സംസ്ഥാന കൺവെൻഷൻ ഇരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിനോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ രാത്രിയുടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇന്ന് രാത്രി അത് ചില ഇടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ചിലരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതമായി മാറാൻ തുടങ്ങുകയാ. It's bigger than me. It's bigger than me. It's bigger than me. Hallelujah. അത് എനിക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് എന്നെക്കാട്ടിലും വലിയ ഒരു ദൈവ പ്രവൃത്തിയാണ്. Who in your life needs your faith in action? ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസ പ്രവൃത്തിയിലേക്ക് നീങ്ങുവാൻ ഇടയായി തീരട്ടെ. Your midnight miracle can be the testimony that changes your city. നിങ്ങളുടെ രാത്രിയുടെ അത്ഭുതങ്ങൾ ചിലരുടെ ജീവിതത്തിന്റെ രൂഢമൂലമാകുന്ന മാറ്റങ്ങൾ വരുന്ന അനുഭവ സാക്ഷികളാകാൻ സാധ്യതയുണ്ട്. Notice in the following verses after this. അതിനുശേഷമുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം In verse 35 onwards, 35 മുതലുള്ള വാക്യങ്ങളിൽ it goes on to talk about God's justice always prevails. അവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ നീതി എന്നും നിലനിൽക്കും, അതെപ്പോഴും വെളിപ്പെട്ട് പുറത്തു വരും. Notice the verse says, the magistrates sent the offers to the jail. They said, release these men. നേരെ പുലർന്നപ്പോൾ അധിപതിമാർ അവരെ ആൾക്കാരെ അയച്ചിട്ട് ഈ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. They released the men. ആ മനുഷ്യരെ പുരുഷന്മാരെ അവർ വിട്ടയച്ചു. Go on to say that the magistrates could have quietly released Paul and Silas. പൗലോസിനും ശീലാസും ആരും അറിയാതെ വേണമെങ്കിൽ അവർക്ക് വിട്ടയക്കാമായിരുന്നു. But Paul stands up in the midst of it all and says, God, we are Roman citizens. അതിന്റെ നടുവിൽ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ മിണ്ടാതൊന്നും പോകത്തില്ല, ഞങ്ങൾ റോമ പൗരക്കാരാണ്. They threw us into prison. ഞങ്ങളെ കാരാഗ്രഹത്തിൽ ഇട്ടു. Now we won't go quietly. ഞങ്ങൾ ഇനിയും അങ്ങനെ നിശബ്ദരായി ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു പോകത്തില്ല. So they were escorted out. Hallelujah. അതുകൊണ്ട് ആളുകൾ ഒരുമിച്ച് വന്ന് ബഹുമാനത്തോടെ അവരെ പുറത്തു കൊണ്ടുപോവുകയാണ്. Notice this is a big deal. This is a big deal. ഇതൊരു വലിയ കാര്യം തന്നെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. They weren't just broken out of prison. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം ചാടിച്ചു കൊണ്ടുപോവുകയല്ലായിരുന്നു. They were released by prison. എല്ലാവരെയും മുൻപാകെ അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയായിരുന്നു. They were released. അവരെ പുറത്തയക്കുകയായിരുന്നു, വിട്ടയക്കുകയായിരുന്നു. They were vindicated. അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടില്ല, നീതി നൽകി അവരെ പുറത്തുവിട്ടു. When God brings you out, He does it in a way that leaves no doubt who did the hard work. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ആ പുറത്തു കൊണ്ടുവന്നവർ അതിന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ആ പുറത്തു കൊണ്ടുവന്നെന്ന് ദൈവം തെളിയിക്കുക തന്നെ ചെയ്യും. When God brings you out, He vindicates you. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ നിങ്ങളെ നീതീകരിച്ച പുറത്തു കൊണ്ടുവരുന്നത്. What the enemy meant for harm, He turns for that testimony of victory. ശത്രു തിന്മയ്ക്കായിട്ടാണ് അത് ചെയ്തത്, എന്നാൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി തീർക്കും. Who is ready for the midnight miracle? ഇന്ന് രാത്രിയിൽ ചില രാത്രി അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട എത്ര ദൈവമക്കൾ ഈ പന്തലിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. The midnight is a threshold for a new day. അർദ്ധരാത്രി ഒരു പുത്തൻ പുലരിയുടെ ആ തുടക്ക സ്ഥലമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. Somebody needs to shout, my new day is here. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ പറയണം, എന്റെ പുതിയ ദിനം വരുകയാ. My new day is here. My new day is here. എന്റെ പുതിയ പ്രഭാതം വരുകയാണ്. Your midnight is not the end. നിങ്ങളുടെ രാത്രി അവസാനമല്ലേ, അല്ല. My new day is here. ഇതാ എനിക്കൊരു പുതിയ പൊൻപുലരി ഉദിക്കുവാൻ തുടങ്ങുകയാ. When a seed is buried in the ground, ഒരു വിത്ത് മണ്ണിനകത്ത് അത് കുഴിച്ചിടപ്പെടുമ്പോൾ we don't know what's going on in the ground. മണ്ണിന്റെ കീഴിൽ എന്താ നടക്കുന്നത് നമുക്കറിയത്തില്ല. But beneath the surface, God is working in that seed. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ആ വിത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. The midnight is the same concept. രാത്രിയും ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്.
God is working in the midnight. ദൈവം രാത്രികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. And when that seed fruitions into a plant, ആ വിത്ത് ഒരു വൃക്ഷമായി വളരുന്നത് പോലെ God begins to see the product. ദൈവം അതിന്റെ ഫലം കാണുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുകയാ. I'm going to close my words this evening. എന്റെ വാക്കുകളെ ഈ സന്ധ്യ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I know there are some anointed, many wonderful men of God after me. എനിക്ക് ശേഷം ശക്തരായി അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ ശുശ്രൂഷയ്ക്കായിട്ടുണ്ട്. But I want to call to action this evening. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ പ്രവർത്തനത്തിലേക്ക് നടക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഞാൻ ചിലരെ ആഹ്വാനം ചെയ്യുകയാ. With your head bowed and eyes closed this evening, ഇന്ന് രാത്രി തലകൾ ദൈവസന്നിധിയിൽ വണക്കി I'm going to call you into action this evening. ഇന്ന് രാത്രി ചിലരെ പ്രവർത്തന നിരവധിയിലേക്ക് ഞാൻ ആത്മാവിൽ വിളിക്കുകയാ. Now is the time to act on your faith. നിങ്ങളുടെ വിശ്വാസത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കേണ്ട സമയം ഇത് തന്നെയാണ്. Lift up your hands in praise for the word of God. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിനു വേണ്ടി കരങ്ങളും ശബ്ദവും ഉയർത്തി അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Hallelujah. Remember, your praise shakes the foundations. ഇന്ന് രാത്രി നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങുകയാ. Your praise breaks the chains. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ഇന്ന് രാത്രി ചങ്ങലകൾ ഇതിനകത്ത് അടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാ. Watch God break it in the name of Jesus. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ഇതിനകത്ത് കെട്ടടിഞ്ഞ് ബന്ധനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. If you have been praying for someone's salvation, ഇന്ന് രാത്രി ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, if you've been praying for someone's healing, ഇന്ന് രാത്രി ചിലരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, your midnight moment is now. ഇന്ന് രാത്രികളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. Your breakthrough is now. നിങ്ങളുടെ അത്ഭുതം ഈ സമയത്ത് നടക്കുകയാ. If you've been praying for someone, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ, if you've been praying for your husband, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, if you've been praying for your children, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, your midnight is now. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാ. വിശ്വസിക്കുന്നവരെ Blood of Jesus. Take 30 seconds to give him praise before I അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒരു 30 സെക്കൻഡ് ദൈവത്തെ ഇതിനകത്ത് മഹത്വപ്പെടുത്തിക്കാത്ത. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. I'm going to close with a prayer. ഞാൻ എന്റെ വാക്കുകളെ പ്രാർത്ഥനയാൽ അവസാനിപ്പിക്കട്ടെ. Father, we thank you for being the chain breaker. കർത്താവേ, ഇന്ന് രാത്രി ബന്ധനങ്ങളെ അഴിക്കുന്നവനായി അങ്ങയുടെ നടുവിൽ വന്നതിനായി സ്തോത്രം. Thank you, you are the way maker. കർത്താവേ, നീ വഴി തുറക്കുന്നവനാകയാൽ അങ്ങേക്ക് സ്തോത്രം. You are the miracle worker. കർത്താവേ, നീ അത്ഭുത മന്ത്രിയാണ്. I declare every chain is broken. ഇന്ന് രാത്രിയിൽ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന ചില ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് അഴിഞ്ഞിരിക്കാൻ സ്തോത്രം. Every prison door is open. ചില തടവറകളുടെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുവാൻ കൽപ്പിക്കുന്നു. Every heart is set free. ഇന്ന് രാത്രി സകല ബന്ധിക്കപ്പെട്ടതിനെയും ഹൃദയങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കുകയാ. For your glory in Jesus' name. അങ്ങയുടെ മഹത്വത്തിനായി ഇന്ന് രാത്രി അങ്ങയുടെ ജനം വിടുവിക്കപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. My chains are broken. എന്റെ ചങ്ങലകൾ അഴിഞ്ഞു. My chains are broken. എന്റെ ചങ്ങലകൾ തകർക്കപ്പെട്ടു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. To the men of God and to the servant of God, thank you for giving me this time. ഇന്ന് രാത്രി എനിക്ക് അവസരം തന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രത്യേക നന്ദി. ദൈവം അനുഗ്രഹിക്കും. It's not about me, it's about him. എന്നെ കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. Hallelujah.